ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മുടെ നാളത്തെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 മാർക്കിന് ഷുവർ ആയിട്ടും വരുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ട് മീൻ മീഡിയൻ മോഡ് കാണാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. നമ്മുടെ +1 ബാച്ചിൻ്റെ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞു പോയ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം കിട്ടും. ഇനിയുള്ള ലൈവ് അറ്റൻഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാം, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാം, എല്ലാം പഠിക്കാം. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഹായ് +1 എന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, താഴേക്കുന്ന വാട്സപ്പ് നമ്പറിൽ. സോ ആദ്യം നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷൻ എഴുതാം. കണ്ടിന്യൂസ് സീരീസ് ആണ്, അതായത് ക്ലാസും ഫ്രീക്വൻസിയും തരുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ്. അവിടെ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, x⁻ സിഗ്മ FM/n എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, സിഗ്മ FM എന്ന് വെച്ചാൽ എഫും എമ്മും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ, അതാണ് സിഗ്മ FM എന്ന് വെച്ചാൽ അർത്ഥം. n എന്ന് പറഞ്ഞാൽ നിങ്ങൾ n എന്ന് പഠിക്കേണ്ട, n എന്ന് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം സിഗ്മ F എന്ന് പഠിച്ചാൽ മതി, ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഓക്കെ, സിഗ്മ FM എന്ന് വെച്ചാൽ FM-ൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ F-ൻ്റെ ടോട്ടലാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് F ഉണ്ട്, M ഇല്ല അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, M കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു കോളം കൂടി വരച്ചിട്ട് അവിടെയാണ് M കണ്ടുപിടിക്കുന്നത്. M എന്ന് വെച്ചാൽ മിഡ് വാല്യൂ, അത്രയേ ഉള്ളൂ. 0 to 10 നടുക്ക് എത്രയാണ്, 5. 10ൻ്റെ 20 നടുക്ക് 15, then 25, 35, 45, 55, 65, അങ്ങനെ M കിട്ടി. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, എഫും എമ്മും കൂടി കാണണം. അതായത് എഫും എമ്മും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അടുത്ത കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. എഫും എമ്മും കൂടി വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇവിടേക്ക് എഴുതണം. 4 × 5 20. 4 × 5 20. ഇനി 7 × 15 105. ദെൻ 10 × 25 250. 35 × 14 490. 45 × 8 360. 55 × 5 275. 65 × 2 130. അങ്ങനെ FM കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ FM-ൻ്റെ ടോട്ടൽ എടുക്കുക, അതാണ് സിഗ്മ FM. FM-ൻ്റെ ടോട്ടൽ എത്രയാണ്, 20 + 105 + 250 + 490 + 360 + 275 + 130. അപ്പം നമുക്ക് 1630 കിട്ടും. ഇനി സിഗ്മ F അല്ലേ, എഫിൻ്റെ ടോട്ടൽ എടുക്കുക, എത്രയാണ്, 4 + 7 + 10 + 14 + 8 + 5 + 2 എത്ര വരും, 50 വരും. സോ സിഗ്മ FM കിട്ടി, സിഗ്മ Fഉം കിട്ടി. ഇനി നേരെ എന്ത് ചെയ്യുക, ഇവിടെ അത് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരുന്നത്, 16, ഇവിടെ എത്ര വരും, 1630 ഡിവൈഡഡ് ബൈ 50. രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1630 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 32.6 കിട്ടും. സോ മീൻ എത്രയാണ്, 32.6 ആണ്. സിമ്പിൾ അല്ലേ, സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ഏതാ, മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, L + n/2 - CF/F × H എന്നുള്ളതാണ് മീൻ കാണാനുള്ള ഇക്വേഷൻ. സിമ്പിളാണ്, ഒട്ടും പേടിക്കണ്ട കേട്ടോ. നോക്കാം. അപ്പോൾ ഈ n/2 - CF ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, n/2 എന്നുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ n/2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്കിവിടെ എക്സ്ട്രാ ഒരു കോളം കൂടി വേണം. ആ കോളത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂട്ടി പോകാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഫ്രീക്വൻസി 4 അല്ലേ, 4 എന്ന് എഴുതി. ഈ 4ൻ്റെ കൂടെ 7 കൂട്ടാം. 7 കൂട്ടുമ്പോൾ എത്രയാണ്, 11. ദെൻ അതിൻ്റെ കൂടെ 10 കൂട്ടാം. 10 കൂട്ടുമ്പോൾ എത്രയാണ്, 21. ദെൻ അതിൻ്റെ കൂടെ 14 കൂട്ടാം, അപ്പോൾ എത്രയാണ്, 35. അതിൻ്റെ കൂടെ ഈ 8 കൂട്ടാം, അപ്പോൾ എത്ര വരും, 43. അതിൻ്റെ കൂടെ 5 കൂട്ടാം, അപ്പോൾ 48. അതിൻ്റെ കൂടെ ഈ 2 കൂട്ടുമ്പോൾ 50. അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ n/2 കാണാൻ പോകുന്നത്. n/2 എന്ന് വെച്ചാൽ n എന്ന് വെച്ചാൽ n = സിഗ്മ F. എഫിൻ്റെ ടോട്ടലാണ് n. അപ്പോൾ എഫിൻ്റെ ടോട്ടൽ എത്രയാണ്, 50. സോ 50/2 എത്രയാണ്, 25. ശ്രദ്ധിക്കുക കേട്ടോ, ഈ 25 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, 25 എന്ന് പറഞ്ഞ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയുള്ളതെന്ന് നോക്കണം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25 എവിടെയുള്ള, 21-ലില്ല, തൊട്ട് താഴെ 35-ൻ്റെ ഉള്ളിലാണ് 25 വരുന്നത് അല്ലേ.
ഇവിടെയാണ് 25 വരുന്നത്. ഇനി നോക്കാം, അപ്പോൾ അതൊന്ന് വട്ടോട്ട് വെച്ചേക്കാം. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ അതിൽ നിന്നാണ് നമ്മൾ എന്താ എടുക്കേണ്ടത്, ഈ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എടുക്കേണ്ടത്. ഇക്വേഷനിൽ എന്താ ഉള്ളത്, എൽ പ്ലസ് എൽ എന്ന് വെച്ചാൽ എന്താണ്, ലോവർ ലിമിറ്റ്. നമ്മൾ ഈ വട്ടം ഇട്ട് വെച്ചതിൽ ലോവർ ലിമിറ്റ് എത്രയാ, 30 to 40 ലോവർ ലിമിറ്റ് 30 ആണ്. സോ 30 പ്ലസ് n/2 എത്രയാ, 25 മൈനസ് സി എഫ് നോക്കാം. സി എഫ് എടുക്കുമ്പോൾ നമ്മൾ ഈ വട്ടം ഇട്ട് വെച്ചതിന് തൊട്ട് മുകളിലുള്ള സി എഫ് എടുക്കണം. തൊട്ട് മുകളിലുള്ള സി എഫ് 21 അല്ലേ, അപ്പോൾ 21 എടുക്കാം. 21 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്, വട്ടം ഇട്ട് വെച്ചതിൽ ഫ്രീക്വൻസി ഇതാ 14 ആണ്. 14 ഓക്കെ, 14 ഇൻറ്റു എച്ച് എന്ന് വെച്ചാൽ ക്ലാസിൻ്റെ ഡിഫറൻസ് 30 to 40, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 10. ഓക്കെ, 10. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കവിടെ മീഡിയൻ കിട്ടും. മീഡിയൻ നമുക്ക് അവിടെ എത്രയാണ് കിട്ടുക, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. 30 അവിടെ നിൽക്കട്ടെ, 25 മൈനസ് 21 4 ആണ്. 4 ഇൻറ്റു 10 40 ഡിവൈഡഡ് ബൈ 14, അതേ പ്ലസ് 30 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 32.85 കിട്ടും. സോ അതാണ് മീഡിയൻ. ലാസ്റ്റായിട്ട് നമുക്കിനി മോഡ് കൂടി കണ്ടുപിടിച്ചാൽ മതി. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. മോഡിൻ്റെ ഇക്വേഷൻ എഴുതാം, L1 പ്ലസ് D1 ബൈ D1 പ്ലസ് D2. ഓക്കെ, ഇനി എന്താ D1 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചോളാം, F1 മൈനസ് F0. D2 എന്ന് വെച്ചാൽ എന്താണ്, F1 മൈനസ് F2 ആണ്. ഓക്കെ, അത് അങ്ങനെ സൈഡിൽ എഴുതി വെച്ചേക്കും, നമുക്ക് നോക്കാം. അപ്പോൾ മോഡ് നമ്മൾ നോക്കുമ്പോൾ മോഡാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുത് ഏതാ, 14 അല്ലേ വലുത്. ഫ്രീക്വൻസിയിൽ 14 ആണല്ലോ വലുത് വന്നിരിക്കുന്നത്. സോ ഈ 14ൻ്റെ നേരെയുള്ള ക്ലാസ് ഇത്രയും ഭാഗം നമുക്ക് മതി കേട്ടോ. മോഡിനാണേ ഞാനത് വേറെ കളറിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, പച്ചയിൽ മാർക്ക് ചെയ്യാം. മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഫ്രീക്വൻസിയും ആ ഫ്രീക്വൻസിയുടെ നേരെയുള്ള ക്ലാസ്സും ഇത്രയും നമ്മളൊന്ന് വട്ടൗട്ട് വെച്ചേക്കാം. ഓക്കെ, ഇനി ഈ ഫ്രീക്വൻസിനെ F1 എന്ന് എഴുതാം, അതിന് തൊട്ട് മുകളിലെ ഫ്രീക്വൻസി F0യും താഴത്തെ ഫ്രീക്വൻസി F2യും അങ്ങനെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മളിതാ ഓരോന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇക്വേഷനിൽ. ആദ്യം എന്താണ് ഇക്വേഷനിൽ നമുക്ക് എഴുതാനുള്ളത്, L1 അതായത് ലോവർ ലിമിറ്റ്. നമ്മൾ ഈ വട്ടം ഇട്ട് വെച്ചതിൽ ലോവർ ലിമിറ്റ് എത്രയാ, 30 ആണ് ലോവർ ലിമിറ്റ് അല്ലേ. സോ 30 പ്ലസ് ഇനി D1 ഉം D2 ഒക്കെ വേണം. അപ്പോൾ അത് നമുക്കിവിടെ കണ്ടുപിടിക്കാം. D1 കാണാൻ F1 മൈനസ് F0 ആണല്ലോ. F1 എത്രയാ, F1 14ഉം F0 10ഉം ആണ്. അപ്പോൾ 14 മൈനസ് 10 എന്ന് പറയുമ്പോൾ 4 ആണ് D1. ഇനി D2 കാണാൻ F1 മൈനസ് F2 ആണ്. F1 എത്രയാ, 14, F2 എത്രയാ, 8. 14ഉം 8ഉം ആണ് വരുന്നത്. സോ 14 മൈനസ് 8 എന്ന് പറയുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6ഉം കിട്ടി. അപ്പോൾ ഇനി നോക്കിയാൽ D1 എത്രയാണ്, 4 ഡിവൈഡഡ് ബൈ പിന്നെയും D1 4 പ്ലസ് D2 6. അപ്പോൾ എത്ര വന്നു, 30 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 10 ആണ് വരുന്നത്. അപ്പോൾ ആദ്യം 4 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക, എന്നിട്ട് അതിന് 30 വെച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 30.4 കിട്ടും. സോ 30.4 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് വരുന്നത്, മോഡ് വരുന്നത്. സോറി, ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടേ, കഴിഞ്ഞില്ല. 30 ഡിവൈഡ് ബൈ 4 അല്ല, സോറി, ഇക്വേഷനിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ ഇക്വേഷനിൽ L1 പ്ലസ് D1 ബൈ D2 ഇൻറ്റു എച്ച് കൂടി ഉണ്ട് കേട്ടോ. എച്ച് അതായത് ഇൻറ്റു ആ ക്ലാസിൻ്റെ ഡിഫറൻസ് ആണ്. ക്ലാസിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 10 അല്ലേ, 10 അത്രയും കൂടി ഉണ്ട്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ ഇവിടെ എങ്ങനെ ചെയ്യാം, 4 ഉണ്ട്, ദെൻ 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 30 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 6 എന്ന് വെച്ചാൽ 10 അല്ലേ, 10 ഇൻറ്റു 10. അപ്പോൾ ഈ 10 ക്യാൻസൽ ആയിപ്പോയി, 30 പ്ലസ് 4 34. സോ അങ്ങനെ മോഡ് നമുക്ക് 34 കിട്ടും. സോ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കണ്ടിന്യൂസ് സീരീസിലെ മീൻ മീഡിയൻ മോഡ് കാണാം. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.